നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇത് സതീശൻ്റെ കഥയാണ്. സതീശൻ്റെ മാത്രം. ഒരിക്കൽ പിണറായി വിജയൻ്റെ മുഖത്ത് നോക്കി കൈവിരൽ ചൂണ്ടി സതീശൻ പറഞ്ഞു, CPM അധികം കളിക്കണ്ട, CPMകാർ അധികം കളിക്കണ്ട എന്ന് VD സതീശൻ്റെ വാക്കുകൾ. പിന്നീട് കേരളത്തിൻ്റെ നെഞ്ചകത്തേക്ക് സതീശൻ ഇറങ്ങിയത് UDFനെ ചേർത്ത് പിടിച്ചുകൊണ്ട്. ടീം UDF എന്ന മുദ്രാവാക്യമായിരുന്നു സതീശൻ കേരളത്തിന് മുന്നിൽ വെച്ചത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സതീശനും പിള്ളേരും എന്ന പ്രയോഗത്തിലൂടെ യുവജനങ്ങളുടെ മനസ്സ് കീഴടക്കാൻ അന്ന് VD സതീശന് കഴിഞ്ഞു. ഒരിക്കൽ സതീശൻ്റെ കീഴിൽ ഷാഫിയും രാഹുൽ മാങ്കൂട്ടുവും ഒക്കെ അണിനിരന്നിരുന്നു. പിന്നീട് അധികാരത്തിൻ്റെ വലിപ്പം നോക്കി ഷാഫി KC ക്യാമ്പിലേക്ക് ചേക്കേറി. പാർട്ടിയിലെ ഭൂരിപക്ഷമല്ല, ജനങ്ങളുടെ ശക്തിയാണ് അധികാരത്തിലേക്കുള്ള വഴിയെന്ന് VD സതീശൻ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് നിലപാടുകളുടെ രാജകുമാരൻ എന്ന പേര് സതീശന് മേൽ ചാർത്തപ്പെട്ടത്. ഒരു വശത്ത് പിണറായി വിജയൻ്റെ ധാർഷ്ട്യം നിറഞ്ഞ അഹങ്കാര ഭരണം, മറുവശത്ത് പിണറായി വിജയനെ എതിർക്കണമെങ്കിൽ നിലപാടുകളുടെ ഒരു രാജകുമാരൻ കടന്നു വരണമെന്ന് ജനം ആഗ്രഹിച്ച കാലഘട്ടം. 2021 അന്ന് പ്രതിപക്ഷ നേതാവായി VD സതീശൻ കടന്നു വരുമ്പോൾ സതീശൻ്റെ മുഖത്ത് ഒരു ഭാവം, പിണറായി വിജയനെ ഞാൻ താഴെ ഇറക്കി ഇനി വിശ്രമിക്കൂ. പിന്നീട് സതീശൻ നടത്തിയ ഓരോ വാക്കും പ്രയോഗവും പിണറായി വിജയനെ പരിഭ്രമത്തിലാഴ്ത്തി. കേരളത്തിൽ നടന്ന ഓരോ ഉപതെരഞ്ഞെടുപ്പുകളിലും VD സതീശൻ ശക്തമായ നിലപാടുകൾ എടുത്തു. ഈ ഉപതെരഞ്ഞെടുപ്പ് താൻ കീഴടക്കും എന്ന സതീശൻ്റെ വാക്കുകൾ. ഓരോ ഉപതെരഞ്ഞെടുപ്പുകളിലൂടെ സതീശൻ തൻ്റെ അശ്വമേധം തുടർന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സതീശൻ കട്ടയ്ക്ക് വെല്ലുവിളിച്ചു. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ തനിക്ക് കിട്ടുന്ന അംഗീകാരമായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന നിലപാടാണ് സതീശൻ കേരള ജനതയ്ക്ക് മുന്നിൽ വെച്ചത്. പിന്നീട് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് സമയത്തും സതീശൻ സമാനമായ നിലപാട് ഉയർത്തി. ഒടുവിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ടു മുന്നിൽ നിൽക്കവേ സതീശൻ ചങ്കൂറ്റത്തോടെ പറഞ്ഞു 100+. അത് UDF ക്യാമ്പിനെ ഉണർത്തി. പിന്നീട് സതീശൻ മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെയും ഒക്കെ ചേർത്ത് പിടിക്കുന്ന തന്ത്രങ്ങളെടുത്തു. ഈ ഇടതുപക്ഷത്ത് നിന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തെ അടർത്തിയെടുക്കാൻ സതീശൻ നടത്തിയ ചരടുവലികൾ. ഒരു കാര്യം വ്യക്തമാണ്, ഭൂരിപക്ഷ വോട്ടുകളേക്കാൾ ന്യൂനപക്ഷ ഏകോപനമാണ് കേരളത്തിൻ്റെ വിജയത്തിനുള്ള ഫോർമുല എന്ന് സതീശൻ തിരിച്ചറിഞ്ഞു. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലൂടെ പാണക്കാട് കുടുംബത്തിൻ്റെ പ്രിയങ്കരനായി മാറിയ VD സതീശൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെയും ഒക്കെ ചേർത്ത് പിടിച്ചു. ഒരു വശത്ത് ക്രിസ്ത്യൻ സഭകളുമായി അടുത്ത ചങ്ങാത്തം, മറുവശത്ത് പാണക്കാട് കുടുംബം മാത്രമല്ല മുസ്ലിം സംഘടനകളുമായുള്ള ആത്മബന്ധം. സതീശന് ഈ മുസ്ലിം സമുദായങ്ങളുമായുള്ള ആത്മബന്ധത്തിന് തുടക്കമിട്ടത് ഷാഫി പറമ്പിലിനെ പോലെയുള്ള നേതാക്കൾ. എന്നാൽ പിന്നീട് ലീഗ് സതീശനെ അക്ഷരാർത്ഥത്തിൽ ഹൃദയത്തിലേറ്റി. മുസ്ലിം സമുദായവും ക്രിസ്ത്യൻ സമുദായവും മാത്രമല്ല, മറുവശത്ത് NSS നേതൃത്വത്തിനെതിരെ SNDP നേതൃത്വത്തിനെതിരെ അമർഷം മനസ്സിൽ പേറിയിരുന്ന ഹൈന്ദവ ജനതയും VD സതീശനെ തങ്ങളുടെ നായകനായി കണ്ടു. മതേതരമാണ് തൻ്റെ മുഖമുദ്ര എന്ന് സതീശൻ ആവർത്തിച്ചു പറഞ്ഞു. എന്നാൽ സമുദായ സംഘടനാ നേതാക്കൾക്ക് മുന്നിൽ താൻ മുട്ടുമടക്കില്ല എന്ന കർക്കശ നിലപാട്. VD സതീശൻ കടന്നു വരുന്നത് കാർക്കശ്യത്തിലാണ്. അത് ജനങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കണ്ടു. പിണറായി വിജയൻ അടക്കമുള്ള പഴയ അഴിമതിക്കാരെ ജയിലിലടയ്ക്കണമെങ്കിൽ സതീശനെ പോലൊരു കരുത്തനെ മുഖ്യമന്ത്രി കസേരയിൽ വേണമെന്നവർ സ്വപ്നം കണ്ടു. ഈ മുഖ്യമന്ത്രി പോരിൽ VD സതീശന് അനുകൂലമായി ജനം കട്ടയ്ക്ക് നിന്നതിൻ്റെ മനഃശാസ്ത്രം അതൊന്നു മാത്രം. നിയമസഭാ കക്ഷി യോഗത്തിൽ ഭൂരിപക്ഷം MLA മാരും തന്നെ കൈയൊഴിഞ്ഞു എന്ന് തിരിച്ചറിയുമ്പോഴും സതീശൻ പതറിയില്ല. മറുവശത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന VD സതീശൻ്റെ അത്ഭുത വിദ്യകൾ കേരളം കണ്ടു. സൈബറിടങ്ങളിൽ സതീശൻ മാജിക് വ്യക്തമായിരുന്നു. തെരുവുകളിൽ സതീശൻ്റെ അനുയായികൾ കൂട്ടത്തോടെ ഇറങ്ങി. ഇതൊക്കെ കേരളത്തിൻ്റെ പൊതുവികാരമാണ് എന്ന് ഹൈക്കമാൻഡിനെ കൃത്യമായി ധരിപ്പിച്ചു. ഹൈക്കമാൻഡിന് മുന്നിൽ മുസ്ലിം ലീഗ് അതിശക്തമായ സമ്മർദ്ദം ചെലുത്തി. ഗാന്ധി കുടുംബത്തിൻ്റെ ഏറ്റവും സുരക്ഷിത സംസ്ഥാനമാണ് കേരളം. ഏത് അപകട ഘട്ടത്തിലും വയനാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിലെത്തിയാൽ കേരളത്തിലെ ജനം ഗാന്ധി കുടുംബത്തെ ചേർത്ത് പിടിക്കും. ഈ ധൈര്യം തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രിയങ്കയെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ നിലനിർത്തിയത്. കേരളത്തിലെ ജനങ്ങളെ അവർ അത്രയേറെ വിശ്വസിച്ചു. കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ച് ഏതെങ്കിലും ഒരു തീരുമാനമെടുത്താൽ ഗാന്ധി കുടുംബം വെറുക്കപ്പെടുമെന്ന് പ്രിയങ്ക ഗാന്ധി തിരിച്ചറിഞ്ഞു.
രാഹുൽ ഗാന്ധി തുടക്കം മുതൽ കേസിക്ക് അനുകൂലമായ ചില നിലപാടുകൾ കൈക്കൊണ്ടു എങ്കിലും പ്രിയങ്ക കട്ടയ്ക്ക് നിന്നു. സോണിയാഗാന്ധി സമവായ ഫോർമുലയുമായി രംഗത്തെത്തിയെങ്കിലും പ്രിയങ്ക ഗാന്ധിയുടെ വാദങ്ങൾ തന്നെയാണ് അവിടെ മേൽക്കൈ നേടിയത്. ഒടുവിൽ മുസ്ലിം ലീഗ് മാത്രമല്ല കേരളത്തിലെ പൊതുസമൂഹം പൂർണ്ണമായി വീഡിക്കൊപ്പം നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം കോൺഗ്രസ് ഗാന്ധി കുടുംബം തിരിച്ചറിഞ്ഞു. ഇത് മല്ലികാർജ്ജുൻ ഖാർഗെയെ അവർ ബോധ്യപ്പെടുത്തി. AICCയും ഹൈക്കമാൻഡുമൊക്കെ ഒരു വേള കേരളത്തിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റി തിരിച്ചറിഞ്ഞു. ഇക്കാര്യം KC വേണുഗോപാലിനെ അറിയിക്കാനും രാഹുൽ ഗാന്ധി ഒട്ടും പരിഭ്രമിച്ചില്ല. 11 ദിവസങ്ങൾ നീണ്ട ഇടവേളയ്ക്കൊടുവിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുമ്പോൾ ഇത് കേരളത്തിൻ്റെ വിജയമെന്ന് ജനങ്ങൾ പറയുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്ന കാഴ്ച, എവിടെയും ആഹ്ലാദ പ്രകടനങ്ങൾ. തിരുവനന്തപുരം KPCC ആസ്ഥാനത്തിന് മുന്നിൽ വലിയ ആഘോഷം തുടങ്ങിക്കഴിഞ്ഞു. ഞായറാഴ്ച സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കവട്ടങ്ങൾ തുടങ്ങി. ഇന്നലെ ഉച്ച മുതൽ ആലുവ ദേശത്തുള്ള VD സതീശൻ്റെ വീട്ടിലേക്ക് ഒഴുകിയെത്തിയ ജനങ്ങൾ ഇപ്പോഴും പിരിഞ്ഞു പോകാതെ ആഘോഷ തിമിർപ്പിലാണ്. കേരളത്തിന് ഉത്സവച്ചായ, പട നയിച്ചവൻ നാട് നയിക്കുന്നു എന്ന മുദ്രാവാക്യം എവിടെയും മുഴങ്ങുന്നു. അതെ, ഇതൊരു VD വിസ്മയം തന്നെ. അതുകൊണ്ട് തന്നെയാണ് VD പറയുന്നത് ഇതെൻ്റെ കഥയാണ്. അതെ, ഇനി VDയുടെ കഥ കേരളത്തിൻ്റെയും. ചരിത്രത്തിൻ്റെ മറ്റൊരേടിലേക്ക് 5ാം കോൺഗ്രസ് മുഖ്യമന്ത്രിയായി VD സതീശൻ ഇടം പിടിക്കുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ ആ കസേരയിലേക്ക് ഉറ്റുനോക്കുകയാണ് കേരളം. വിനയാന്വിതനായ ജനങ്ങൾക്കിടയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു നേതാവിനെയാണ് കേരളം ആഗ്രഹിക്കുന്നത്. കർക്കശ നിലപാട് ജനം ഇഷ്ടപ്പെടുന്നുവെങ്കിലും ജനകീയനായ ഒരു മുഖ്യമന്ത്രിയെ ജനം ആഗ്രഹിക്കുന്നു. തിരുത്തലുകൾക്ക് വിധേയനായി VD സതീശൻ കടന്നു വരാൻ നമുക്ക് ആശംസിക്കാം. മറുവശത്തെ എല്ലാ വിഭാഗങ്ങളെയും ചേർത്ത് പിടിക്കാനുള്ള മഹാമനസ്കത അദ്ദേഹത്തിനുണ്ടാവട്ടെ. രാഷ്ട്രീയത്തിൽ ഇനി കടുത്ത പരീക്ഷണങ്ങൾ VDക്ക് മുന്നിലുണ്ട്. ഒരു വശത്ത് നിൽക്കുന്നത് സംഘടനയിൽ സ്വാധീനമുള്ള സാക്ഷാൽ KC വേണുഗോപാൽ, മറുവശത്ത് നിൽക്കുന്നത് പക്വതയുള്ള സീനിയറായ രമേശ് ചെന്നിത്തല. എങ്കിലും അദ്ദേഹത്തിൻ്റെ ഹൃദയം വേദനിച്ചിരിക്കുന്നു. അവർ ഇരുവരെയും ചേർത്ത് പിടിക്കേണ്ട ഉത്തരവാദിത്വം നിയുക്ത മുഖ്യമന്ത്രിക്കുണ്ട്. രമേശ് ചെന്നിത്തല എന്ന സീനിയർ നേതാവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം സതീശൻ്റെ ഓരോ സ്റ്റെപ്പും. സതീശൻ്റെ രാഷ്ട്രീയ ഗുരുവാണ് രമേശ് ചെന്നിത്തല. ആ സ്നേഹവും ബഹുമാനവും നിലനിർത്തി സതീശൻ രമേശിനെ കൂടി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് നീങ്ങിയാൽ അത് മറ്റൊരു വിസ്മയമാകും. ഇടതുപക്ഷം കട്ടയ്ക്ക് സമരരംഗത്തും പ്രക്ഷോഭരംഗത്തും ഉണ്ടാകും എന്ന പൊതുബോധ്യത്തിൽ വേണം ഇനി കോൺഗ്രസ് മന്ത്രിസഭ പ്രവർത്തിക്കാൻ. ടീം UDF എന്ന VD സതീശൻ്റെ കാഴ്ചപ്പാട് ജനമേറ്റെടുത്തു. അതുതന്നെയാണ് നിലപാടുകളുടെ ഈ രാജകുമാരനെ കേരളം ഇത്രയേറെ ഇഷ്ടപ്പെടാനുള്ള കാരണവും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.